ആ എല്ലാ ദേശങ്ങൾക്കും ഗ്രാമങ്ങൾക്കും അവരുടേതായ ഒരു കഥ പറയാനുണ്ട്. അതിലേറെയും നന്മയിലേക്കുള്ള മനസ്സ് തുറക്കലാണ്. തെയ്യം അത്തരത്തിൽ കെട്ടിയാടുന്ന ഒരു കലാരൂപമാണ്. ആദിത്യ ഭഗവാനെ കൊണ്ടും ശീബോധി നല്ലമ്മയെ കൊണ്ടും പാടിയാടി സ്തുതിപ്പാ സത്യപ്പെരിയവനെ തപം ചെയ്യും ചന്ദ്രാദിത്യ. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമ്പന്മാരാണെന്ന് വിളിച്ചു പറഞ്ഞ കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടം തെയ്യം പറഞ്ഞു വയ്ക്കുന്നത്. ശ്രീ പരമേശ്വരൻ ചണ്ഡാലവേഷത്തിൽ ശങ്കരാചാര്യരെ പരീക്ഷിച്ച കഥയുടെ പശ്ചാത്തലമാണ് പൊട്ടൻ തെയ്യത്തിൻ്റെതെന്ന് പഴമക്കാർ പറയുന്നു. ശങ്കരാചാര്യർ പുരാതന ക്ഷേത്രമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ എത്തി അദ്വൈതത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നത് അന്ന് അലങ്കാരൻ എന്ന പുലയ യുവാവ് കേൾക്കാനിടയായി. പിന്നീട് ഐത്തത്തിൻ്റെ പേരിൽ വഴിയിൽ തന്നെ തടഞ്ഞുവെച്ച മേൽജാതിക്കാരനെ അലങ്കാരൻ ചോദ്യം ചെയ്യുന്നു. ആചാര്യൻ എല്ലാവരും ഒന്നാണെന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഈ തൊട്ടുകൂടായ്മ എന്ന അയാളുടെ ചോദ്യം സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ തീജ്വാല കൊളുത്തി. മേൽജാതിക്കാരൻ്റെ സേവകർ യഥാസ്ഥികത ചോദ്യം ചെയ്ത അലങ്കാരൻ്റെ കണ്ണും കാതും ചെവിയും പൊട്ടിച്ച് പൊട്ടനാക്കി എന്നതും പിന്നീട് അയാളെ അഗ്നിയിൽ തള്ളിയിട്ട് ഇല്ലാതാക്കി എന്നതും കഥകളിൽ പറയുന്നു. തെയ്യമാടുന്നയാൾ ഉയർത്തുന്ന ചില പൊട്ടനെന്നു തോന്നുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ശേഷം കനലിൽ കിടക്കുന്നതുമെല്ലാം പ്രതീകാത്മകമായ ആവിഷ്കാരമാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാതിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്നവരെ പൊട്ടനെന്ന് മുദ്രകുത്തി പരിഹസിക്കുന്ന വ്യവസ്ഥിതിയെയും വിമർശനത്തിന് പാത്രമാക്കുകയാണ്. മലയൻ, പുലയൻ, ചുറവൻ, പാണൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ പെടുന്നവരാണ് തെയ്യം കെട്ടാറുള്ളത്. പുളിമരം, ചെമ്പകമരം തുടങ്ങി മരങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് കനലാക്കി അതിൻ്റെ മുകളിലാണ് തെയ്യമാടുന്നവർ ഇരിക്കുകയും കിടക്കുകയുമൊക്കെ ചെയ്യുന്നത്. ഇതിൽ കിടക്കുമ്പോഴും എനിക്ക് കുളിരണ് എന്നാണ് തെയ്യമാടുന്നവർ പറയുന്നത്. തിന്മകൾ ചോദ്യം ചെയ്യുമ്പോൾ നന്മയുടെ സ്ഥാപനത്തിനായി എത്ര കഠിന പരീക്ഷകളും നിസ്സാരമായി കാണുന്നതിൻ്റെ പ്രതീകമാണ് തീയിൽ കിടക്കുന്ന തെയ്യം കുളിരണ് എന്ന് പറയുന്നതും.
താൻ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ അവകാശ നിഷേധത്തെ കരുത്തോടെ ചോദ്യം ചെയ്യുന്നവർക്കെന്നും സമുദായത്തിൽ വീരപരിവേഷമായിരുന്നു. വീരാരാധനയിൽ നിന്നും അമാനുഷികതയിലേക്കും ദൈവിക പരിവേഷത്തിലേക്കും എത്തി നിൽക്കുന്നു ഈ സത്യസങ്കല്പങ്ങൾ. തെയ്യം കലാകാരനിൽ നിക്ഷിപ്തമായ അഭൗമ ദൈവികതയുടെ സാക്ഷാത്കാരത്തിനായി ചമയഭംഗികൾ ഓരോന്നായി അണിയുന്നു. അവിടെ ആവിഷ്കരിക്കുന്ന അമാനുഷിക സങ്കല്പങ്ങൾ നിറമായും വേഷമായും ഭാവമായും മുടിയിലും മുഖത്തെഴുത്തിലും ആടയാഭരണങ്ങളിലും ആയുധങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. രാത്രിയിലെ നീലാകാശ വിശാലതയ്ക്കു താഴെ പച്ചയും ചുവപ്പും നിറഞ്ഞു തുളുമ്പുന്ന വർണ്ണപ്പെരുമയിൽ തീജ്വാലയാടിയ ഗ്രാമങ്ങളുടെ കാവുകളിൽ മാസ്മരിക ഭാവങ്ങൾ എഴുതിച്ചേർത്ത പിതാമഹന്മാരുടെ സർഗാത്മകതയ്ക്ക് ആത്മപ്രണാമം. തെയ്യം ഒരു നാട്ടുപാട്ടാണ്, നാട്ടുകാരുടെ ചൊല്ലുപാട്ട്.